ഹായ് ഓൾ, എല്ലാവർക്കും അമിൻജാസ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഇതുപോലെയുള്ള ബോട്ടിലിൻ്റെ ലിഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കിടിലൻ ഐഡിയാസ് ആയിട്ടാണ്. എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. വീഡിയോസ് കാണുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാനും മറന്നു പോകരുത്. പൊട്ടു സമയം കളയാതെ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പിലോട്ട് പോവാം. കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് കേട്ടോ ആദ്യത്തെ ടിപ്പ്. അപ്പോൾ ഞാനത് ഒരു ക്യാരറ്റും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കത്തി വെച്ചിട്ടാണ് ഇതെല്ലാം തൊലി കളഞ്ഞെടുക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ കയ്യിലൊക്കെ തട്ടാനുള്ള ചാൻസ് ഒക്കെ കൂടുതലാണ്. എന്നാൽ ഇതുപോലെ ഒരു ലിഡ് വെച്ചിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. മാത്രമല്ല കുട്ടികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ വലിയ ആവേശത്തോടു കൂടി തന്നെ അവരത് ചെയ്യുകയും ചെയ്യും. മാത്രമല്ല മക്കളുടെ കയ്യിൽ തട്ടുമോ എന്നുള്ള ടെൻഷനൊന്നും ആർക്കും ഉണ്ടാവുകയില്ല. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാൻ ക്യാരറ്റിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. നല്ല പോലെ തന്നെ എനിക്ക് തൊലി റിമൂവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് കുറച്ച് വാടിയിട്ടുണ്ട് കേട്ടോ. ഫ്രഷ് ആണെങ്കിൽ ഇതിനേക്കാൾ എളുപ്പത്തിൽ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പം പിന്നീട് ഞാൻ തൊലി കളഞ്ഞെടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ഇതേപോലെ തന്നെ നമുക്ക് തൊലി കളഞ്ഞെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ ഇതുപോലെ ഇഞ്ചിയൊക്കെ തൊലി കളഞ്ഞിട്ട് പേസ്റ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കിച്ചണിലെ ജോലിയൊക്കെ വളരെ എളുപ്പമായിരിക്കും. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളിയുടെ ഓരോ അല്ലിയൊന്ന് അടർത്തി മാറ്റിയതിന് ശേഷം ഇതുപോലെ നമ്മൾ ആ ഒരു ലിഡ് വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്ത് വലിക്കുകയാണെങ്കിൽ ആ തൊലി പെട്ടെന്ന് തന്നെ നമുക്ക് അടർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. ഇതും വളരെ സിമ്പിളായിട്ടുള്ള ടിപ്പ് തന്നെയാണ്. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇത് നമ്മുടെ കുളി സോപ്പ് അല്ലെങ്കിൽ പാത്രം കഴുകുന്ന സോപ്പ്, അലക്കുന്ന സോപ്പ്, ഇതെല്ലാം പെട്ടെന്ന് അലിഞ്ഞു പോവാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ പാത്രം കഴുകിയിട്ട് ഇതുപോലെയുള്ള ഒരു ബോക്സിൽ വെക്കുകയാണെങ്കിൽ ആ ഒരു സ്ക്രബ്ബറിലുള്ള വെള്ളമൊക്കെ ആയിട്ട് സോപ്പൊക്കെ അലിഞ്ഞു പോവാറുണ്ട്. അതിന് പകരമായിട്ട് ഇതുപോലെ ഒരു ലിഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ആ സോപ്പ് വെച്ച് കഴിഞ്ഞാലും സോപ്പ് അഴുകി പോവില്ല. നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന സോപ്പിനേക്കാൾ കൂടുതൽ ലാസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ടുള്ള ടിപ്പാണ്, എന്നാൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇനി നെക്സ്റ്റ് ടിപ്പിലോട്ട് പോവാം. ഇനി ഞാനിതാ 2 ബോട്ടിലിൻ്റെ ക്യാപ്പാണ് എടുത്തിട്ടുള്ളത്. അതിനുശേഷം കത്തി ചൂടാക്കിയിട്ട് ഈ ഒരു ഭാഗത്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഞാനതാ ഈ ഒരു രീതിയിലാണ് ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഒരു സൈഡ് നല്ല പോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കട്ടാവാത്ത രീതിയിൽ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ ഞാൻ 2 ക്യാപ്പും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് വെച്ചിട്ട് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ടിപ്പാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. മഴക്കാലത്ത് നമ്മൾ തുണിയൊക്കെ ചിക്കിയിടുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കാറ്റടിച്ചാൽ പോലും തുണിയൊക്കെ താഴെ വീണ് അഴുക്കായിട്ട് വീണ്ടും നമ്മൾ എടുത്ത പണി തന്നെ എടുക്കേണ്ടതായിട്ട് വരാറുണ്ട്. അതില്ലാണ്ടിരിക്കാനായിട്ട് ബോട്ടിലിൻ്റെ ക്യാപ്പ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമ്മൾ പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ എത്ര കാറ്റടിച്ചു കഴിഞ്ഞാലും തുണി താഴെ വീഴുന്ന പേടിയേ ഇല്ല. അതാ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഞാൻ ആ ഒരു കട്ട് ചെയ്ത ഭാഗം നന്നായിട്ട് തന്നെ പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് വലിക്കുന്ന സമയത്ത് പോലും തുണി ഒന്നും ആവണില്ല കേട്ടോ. അപ്പോൾ ഈ ഒരു ടിപ്പും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി ഞാനിത് ഒരു ഹോർലിക്സിൻ്റെ ലിഡാണ് എടുത്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിൽ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. തവികൾ അതല്ലെങ്കിൽ അരിപ്പകളൊക്കെ തൂക്കിയിടാൻ പറ്റും കേട്ടോ ഇതിൽ. അപ്പോൾ കുറഞ്ഞ സ്പേസിനുള്ളിൽ തന്നെ ഒത്തിരി തവികൾ നമുക്കിതിലേക്ക് തൂക്കിയിടാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുത്തതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിതാ ഈ ഒരു ലിഡിൻ്റെ ഗ്യാപ്പ് വരുന്ന ഭാഗം ഉണ്ടല്ലോ, അവിടെ എല്ലാം പപ്പടക്കോല് ചൂടാക്കിയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആകെ ഞാൻ 5 ഹോൾസാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വലിയ ലിഡാണെങ്കിൽ നമുക്ക് ഒത്തിരി ഹോൾസ് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളത് ഒരു വളയാണ് കേട്ടോ. അപ്പോൾ ഞാൻ റോഡ് ഗോൾഡിൻ്റെ കളർ പോയിട്ടുള്ളൊരു വളയാണ് എടുത്തിട്ടുള്ളത്. അത് കട്ട് ചെയ്തതിന് ശേഷം ഇതേ സൈസിൽ വീണ്ടും 5 എണ്ണമായിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലെ കട്ട് ചെയ്തിട്ടുള്ള ഓരോ പീസും നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഹോൾസിനുള്ളിലൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ എസ് ഉക്കാക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾ ആദ്യം എസ് ഉക്കാക്കി എടുത്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ലിഡിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് കേട്ടോ എസ് ഉക്കാക്കി എടുത്തിട്ടുള്ളത്. ഇനി ബാക്കിയുള്ള ഓരോന്നും ഇതുപോലെ തന്നെ എസ് ഉക്കാക്കി എടുത്ത് വരാം. ഇപ്പോൾ ഞാനിതാ 2 എണ്ണം ഇതിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിക്ക് ആ ഒരു വളയിൽ നിന്ന് 4 എണ്ണമാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 2 എണ്ണം കൂടി ഞാനിതിൽ സെറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു ലിഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് പപ്പടക്കോല് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ഒരു കുഞ്ഞു ഹോൾ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഡബിൾ ടാപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇതൊന്ന്
പ്രസ് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഡബിൾ ടാപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ഒരു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലൊരു കോട്ടൺ തുണിയുടെ കര വരുന്ന ഭാഗം ഉണ്ടല്ലോ, അതൊരു ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മളെടുത്തിട്ടുള്ള ആ പീസിൻ്റെ എഡ്ജ് വരുന്ന ഭാഗം ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ വശം ആ ഒരു ഹോളിലൂടെ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ അതാ ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓരോ ഉക്കിലും ഓരോ തവികളായിട്ട് തൂക്കിയിടാം കേട്ടോ. അപ്പോൾ ഒരു ഉക്കിൽ തന്നെ നമുക്ക് 2 or 3 തവികളൊക്കെ തൂക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ എൻ്റെ കയ്യിലുള്ള കുറച്ച് തവീസാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അരിപ്പയൊക്കെ ഇതുപോലെ ഒന്ന് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് സ്പേസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. ഈ ഒരു ലിഡ് നമുക്ക് കൊളുത്തിയിടാനായിട്ടുള്ള സ്പേസ് മാത്രമേ ആവശ്യമുള്ളൂ. കുറഞ്ഞ സ്ഥലത്തിനുള്ളിൽ തന്നെ ഒരുപാട് തവികൾ നമുക്ക് തൂക്കിയിടാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനിതാ 4 ഉക്കിലായിട്ട് 4 എണ്ണം ഇതുപോലെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഓരോ ഉക്കിലും നമുക്ക് ഒന്നിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഞാനിത് ഒരു ആണിയിലാണ് ഇത് തൂക്കിയിട്ടിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിൽ സാധാരണ ഉക്ക് ഉണ്ടെങ്കിൽ 2 ഹോൾസ് ഇട്ടതിന് ശേഷം ആ ഒരു ഉക്ക് കൊളുത്തി കൊടുത്താലും മതി കേട്ടോ, തുണിക്ക് പകരം. ഈ ഒരു ലിഡിൽ തന്നെ ഒത്തിരി ഹോൾസ് ഇട്ട് കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള ലിഡുകളൊക്കെ കയ്യിൽ കിട്ടുന്ന സമയത്ത് കളയാതെ സ്റ്റോർ ചെയ്ത് വെക്കുക. ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഐഡിയാസൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെയുള്ളൊരു ലിഡാണ്. ഈ ഒരു ലിഡിൻ്റെ സെൻറ്റർ വശം ഒഴിവാക്കിയിട്ട് കുഞ്ഞു കുഞ്ഞു ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് ഒരു ഓയിൽമെൻറ്റിൻ്റെ ക്യാപ്പ് ഇതുപോലെ ഫ്ലെക്സ് കിക്ക് വെച്ചിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഞാൻ സിങ്കിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ലിഡ് സെറ്റ് ചെയ്തതിന് ശേഷം പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് പാത്രത്തിലുണ്ടാകുന്ന വേസ്റ്റ് എല്ലാം വന്ന് സിങ്ക് ബ്ലോക്ക് ആവാറുണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, ഞാൻ ആ കഴുകിയ പാത്രത്തിലുണ്ടായിരുന്ന വേസ്റ്റ് മുഴുവൻ ആ ഒരു ലിഡിൽ വന്നിട്ടുണ്ട്. എല്ലാ പാത്രം കഴുകി കഴിഞ്ഞതിന് ശേഷം ആ ലിഡൊന്ന് എടുത്ത് മാറ്റിയാൽ മതി. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ഒത്തിരി വേസ്റ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒഴിവാക്കിയതിന് ശേഷം വീണ്ടും നമ്മളിതുപോലെ വെച്ച് പാത്രം കഴുകുകയാണെങ്കിൽ പിന്നീട് ഒരിക്കലും നമ്മുടെ സിങ്ക് ബ്ലോക്ക് ആവില്ല. ഇനി അടുത്ത ടിപ്പിലോട്ട് പോകാം. അതിനായിട്ട് ഞാനൊരു ഫ്രൂട്ടിയുടെ ലിഡാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. 2 ലിഡാണ് നമുക്ക് ഇതിനായിട്ട് ആവശ്യമുള്ളത്. എന്നിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇതുപോലെ ഒരു ലിഡും കൂടി കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനിതാ 2 ലിഡും ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം എന്നിട്ട് ആ ഒരു ഗ്യാപ്പിലേക്ക് ഞാൻ ഫോൺ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഫോണൊക്കെ കണ്ട് വർക്ക് ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ ഫോൺ സ്റ്റാൻഡൊന്നും യൂസ് ചെയ്യാതെ ഇതുപോലെ 2 ലിഡ് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു കിടിലൻ ഐഡിയ തന്നെയാണ്. എത്ര ലെങ്തി ആയിട്ടുള്ള വീഡിയോസ് ആണെങ്കിലും എത്ര നേരം വേണമെങ്കിലും ഫോണ് സേഫായിട്ട് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് കാണാൻ സാധിക്കും. ഇനി ഞാനിതാ ഇതുപോലെയുള്ളൊരു ലിഡാണ് എടുത്തിട്ടുള്ളത്. ഇതുപോലെ പിടുത്തമുള്ളൊരു ലിഡ് എടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നന്നായിരിക്കും. ഇത് വെച്ചിട്ട് നമുക്ക് കിച്ചണിലൊരു കിടിലൻ യൂസേജ് തന്നെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. ഞാൻ ഈ ഒരു ലിഡിൻ്റെ സൈഡിലൂടെ എല്ലാം ഫ്ലെക്സ് കിക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഡബിൾ ടാപ്പ് ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് കിച്ചണിലെ ചുമരിൻ്റെ ഒരു വശത്തായിട്ട് ഞാനിതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കുറഞ്ഞ സമയം കൊണ്ട് തന്നെ എനിക്കിത് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു പിടുത്തം വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കാം. നമ്മൾ കിച്ചണിൽ എപ്പോഴും നമുക്ക് ആവശ്യമുള്ള ഒന്ന് തന്നെയാണ് കിച്ചൺ ടവൽ. അപ്പോൾ ഇതുപോലെ ഒരു ലിഡൊക്കെ സെറ്റ് ചെയ്യുകയാണെങ്കിൽ കിച്ചൺ ടവൽ നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കിച്ചണിൽ നമുക്ക് അത്യാവശ്യമുള്ള ഒന്ന് തന്നെയാണ് കിച്ചൺ ടവൽ. അപ്പോൾ ഇതുപോലെ സെറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ വളരെ എളുപ്പത്തിൽ തന്നെ നമ്മുടെ കൈകൾ നമുക്ക് നീറ്റാക്കി എടുക്കാൻ പറ്റും. ഇനി ഇന്നത്തെ അവസാനത്തെ ടിപ്പിലോട്ട് പോവാം. ഇതുപോലെ അലമാരയുടെ ഡോറൊക്കെ ഉണ്ടാവും പിടുത്തം പോയിട്ടുള്ളത്. ഇങ്ങനെ ഈ പിടുത്തം പോയിട്ടുള്ളത് നമുക്ക് ഓപ്പൺ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അത് നമുക്ക് ഒരു ലിഡ് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതാ ലിഡിൽ കുറച്ച് ഫ്ലെക്സ് കിക്ക് ഒന്ന് അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു ഡോറിൻ്റെ സെൻറ്റർ വശത്തായിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ആ ഒരു ലിഡിൽ പിടിച്ചിട്ട് നമുക്ക് ഓപ്പൺ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ബോട്ടിൽ ക്യാപ്പ് വെച്ചിട്ടുള്ള എല്ലാ ടിപ്സുകളും നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത്രയും നേരം എൻ്റെ വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. ഇൻഷാ അല്ലാഹ് അടുത്തൊരു കിടിലൻ വീഡിയോസുമായിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.